പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ വളരെ വലിയ കൃപകൾ കർത്താവ് ചൊരിയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കുറച്ചു നേരം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ്, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നവനാണ്, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഇടപെടുന്നവനായ ദൈവമാണ്. അവിടെ നിന്നെ ആശ്വസിപ്പിക്കും, അവിടെ നിന്നെ ശക്തിപ്പെടുത്തും, അവിടെ നിന്ന് എനിക്ക് വേണ്ടി മുന്നേ നടക്കും, എനിക്ക് വേണ്ടി അവിടെ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അവിടെ നിന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 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 എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കുറച്ചു നേരം സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ, ഈശോ എനിക്ക് വേണ്ടി മുന്നേ നടക്കുന്നവന്, എനിക്ക് വേണ്ടി വഴികൾ വെച്ചവന്, എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നവനെ, രാജാവേ, ആരാധന, ആരാധന, യേശു ഒരു വഴി തുറന്നിടുമേ. എല്ലാ വാതിലും അടഞ്ഞിടുമ്പോ എന്റെ യേശു ഒരു വഴി തുറന്നിടുമേ. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. എന്റെ യേശു എത്ര നല്ലവൻ, കൈയടിച്ച് എന്റെ യേശു എത്ര വിശ്വസ്തൻ, സന്തോഷത്തോടെ എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഓ ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നു. നിന്റെ പാദക്കല്ലിന്മേൽ തട്ടാതെ കാത്തിടും, തന്നെയുള്ള കയ്യിലവൻ നിന്നെ മറയ്ക്കും. നിന്റെ പാദക്കല്ലിന്മേൽ തട്ടാതെ കാത്തിടും, തന്നെയുള്ള കയ്യിലവൻ നിന്നെ മറയ്ക്കും. അഗ്നിസ്തംഭമായും മേഘത്തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. അഗ്നിസ്തംഭമായും മേഘത്തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു.
ജീവിതം നൽകിയവനെ, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, എനിക്ക് എന്റെ എല്ലാ ആവശ്യങ്ങളിലും മതിയായവനെ, ആരാധന 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 ആരാധന. ഈശോ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. രോഗികളെ അവിടുന്ന് സ്പർശിക്കണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഈശോ കുഞ്ഞുങ്ങളെ പ്രത്യേക സന്തോഷഭരിതരാക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേൻ ആമേൻ. എല്ലാവരും ദയവ് ചെയ്തിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യാൻ. കാരണം ഈ ഏപ്രിൽ മാസത്തിൽ ദൈവകരുണയുടെ തിരുനാൾ കഴിഞ്ഞാൽ പിന്നെ സന്തോഷമുള്ള 2 ദിവസങ്ങൾ അടുത്ത് വരുന്നുണ്ട്. ഒന്ന് ഏപ്രിൽ 28, അത് അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ബർത്ത്ഡേ ആണ്. 1998 ഏപ്രിൽ 28-ാം തീയതിയാണ് അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രം വെഞ്ചരിച്ച് അഭിയുന്യ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവ്, പാലക്കാട് രൂപതയുടെ മെത്രാൻ, അഭിയുന്യ പിതാവ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭം കുറിച്ച് സഹിയോൻ മിനിസ്ട്രീസിന് പ്രാരംഭം കുറിച്ചത്. അതിനുശേഷം ഇന്നോളം ഓരോ മനുഷ്യൻ്റെയും വേദനകളിൽ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവിൻ്റെ ഒരു വലിയ അനുഭവമാണ് അട്ടപ്പാടിയിൽ അച്ഛന് കാണാൻ സാധിച്ചത്. 2021 ഏപ്രിൽ 28 ഏതാണ്ട് 23 വർഷം പൂർത്തിയാക്കുകയാണ്. സഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ 23ാമത്തെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന ഏപ്രിൽ 28-ാം തീയതി. കണക്കൊക്കെ നോക്കിയിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ സാരമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയാൽ മതി. എന്തായാലും എൻ്റെ ചെറിയ കണക്കൂട്ടൽ ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 98 ഏപ്രിൽ 28 തൊട്ട് 2021 ഏപ്രിൽ 28 വരെ കർത്താവിൻ്റെ അത്ഭുതമായ പരിപാലനയാണ് അട്ടപ്പാടിയിൽ സഹിയോൻ മിനിസ്ട്രീസിൽ അച്ഛന് കാണാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ ഒരുപാട് വൈദികർ ഇത് കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ അനേക സിസ്റ്റേഴ്സ്, അനേകം ആയിരക്കണക്കിന് ആത്മായ ശുശ്രൂഷകർ, യുവതി യുവാക്കന്മാർ, ബാലികാബാലന്മാർ, കുട്ടികൾ, കുടുംബങ്ങൾ ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആശ്വസിപ്പിക്കുന്നവനായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. അതുപോലെ അടുത്ത് വരുന്ന വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് ഏപ്രിൽ 24. അത് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന വൈദിക സമൂഹത്തിന് വേണ്ടിയുള്ള അതിൻ്റെ പ്രാരംഭം, ഒരു പൈസയൂൺ എന്ന നിലയ്ക്ക് പ്രാരംഭം കുറിച്ചത് 2018 ഏപ്രിൽ 24-ാം തീയതിയാണ്. വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുനാൾ ദിവസമാണ്. ഈ 2021 ഏപ്രിൽ 24 ആകുമ്പോൾ ഏതാണ്ട് 3 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഈ 3 വർഷത്തിനിടയിൽ ദൈവകരുണയുടെ അനുഭവം, ദൈവകരുണ കൊണ്ട് മൂടുന്നൊരു അനുഭവമാണ് ഈ ഒരു പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ 2 വളരെ വിശിഷ്ടമായ വിശുദ്ധ ദിവസങ്ങൾ അടുത്ത് വരികയാണ്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു അഭിഷേകനിൽ കൂടുന്നത്. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി കർത്താവ് പ്രത്യേകം നൽകുന്ന ഒരു ചിന്തയാണ് ആശ്വസിപ്പിക്കുന്നവനായ കർത്താവ്. ഈ ഒരു യാത്രയിൽ ബഹുമാനപ്പെട്ട ബിനോയച്ചൻ, സോജിയച്ചൻ, റെനി പുലുകാലച്ചൻ, അനവധി അച്ഛന്മാർ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ശരിക്കും കൂടെ നിന്ന ഒരു അച്ഛനാണ് ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ഛൻ. ഈ ഒരു അട്ടപ്പാടിലെ അനുഭവത്തിൽ പ്രത്യേകിച്ച് യെശയ്യാ 51-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, യെശയ്യാ 51:12 കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം. ഇതൊരു അനുഭവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ചൈതന്യമാണ്, ഇതൊരു അനുഭവമാണ്. ഇത് ഈ ഒരു 23 വർഷത്തെ ശുശ്രൂഷകളിൽ അട്ടപ്പാടിയിൽ അനുഭവിച്ചതാണ്. ഓരോ ഞെരുക്കത്തിലും ഈശോ വന്ന് ആശ്വസിപ്പിക്കും. ഓരോ ഞെരുക്കത്തിൽ ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഈശോ. ഇതിനെക്കുറിച്ച് ശരിക്കും അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ. ശുശ്രൂഷകൾ ഒരു 10 പതിറ്റാണ്ടിലധികമായ അച്ഛൻ ഒരു നിഴലെന്ന പോലെ കൂടെ നിന്ന് എല്ലാ വേദനകളിലും സങ്കടങ്ങളിലും എല്ലാ കാര്യത്തിലും ഒപ്പം എല്ലാം അനുഭവിച്ച് ബുദ്ധിമുട്ടിലും വേദനയിലും കഷ്ടതയിലും കണ്ണുനീരിലും കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രിയദാസൻ സാംസൺ അച്ഛൻ ഈ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമ്മളോട് പറയാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ
ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്പസമയം മുമ്പ് നമ്മൾ വന്ന് ഇൻട്രഡക്ഷനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി. 10-12 വർഷത്തോളമായി അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആ കരസ്പർശനം എനിക്കും എൻ്റെ ജീവിതത്തിൽ ധാരാളമായി അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. സങ്കടങ്ങളിൽ, വേദനകളിൽ, ഞെരുക്കങ്ങളിൽ, തകരുന്ന അവസരങ്ങളിൽ ദൈവം എൻ്റെ സന്നിധിയിൽ ആശ്വാസവാക്കുകളായി, ആശ്വാസത്തിൻ്റെ കരമായി കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിക്കിയോൻ ധ്യാന കേന്ദ്രത്തിലും ഈ കൽക്കുരിശ് മലയിലും 10,000-കണക്കിന് ജനങ്ങൾ തങ്ങളുടെ സങ്കടങ്ങൾ തോളിലേറ്റി വന്ന് കൽക്കുരിശിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകരിലേക്ക് ദൈവം തൻ്റെ ആ ഒരു ആശ്വാസവാക്കുകൾ ചേർത്ത് പിടിക്കുന്ന അനുഭവം അനേകർ സാക്ഷ്യങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം അതിൽ 1-ാമത്തെ തിരുലിഖിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:1. നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു, ആശ്വസിപ്പിക്കുന്നവൻ എൻ്റെ ജനത്തെ സമാശ്വാസിപ്പിക്കും. എൻ്റെ ജനത്തെ സമാശ്വാസിപ്പിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർ നമുക്ക് പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സാരമില്ല, കുഴപ്പമില്ല, ഇതെല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾ നമുക്ക് ഒരാശ്വാസം തരുമെങ്കിലും അത് ആ ആശ്വാസം നിലനിൽക്കുകയില്ല. വീണ്ടും നമ്മൾ ആ കാര്യത്തെ ഓർക്കുമ്പോൾ സങ്കടപ്പെടും. എന്നാൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ചേർത്ത് പിടിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആ വേദന നമ്മളെ അനുഭവപ്പെടുകയോ നമുക്ക് ആ വേദനയിൽ പിന്നീട് ഒരിക്കലും ദുഃഖിക്കാൻ നമ്മളെ ദൈവം അനുവദിക്കുകയില്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലാസർ മരിച്ചു. ലാസറിൻ്റെ 2 സഹോദരിമാർ മർത്തായും മറിയവും അവൻ്റെ വിയോഗത്തെ ഓർത്ത് സങ്കടപ്പെട്ട് കരയുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു. തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന സഹോദരൻ ഇപ്പോൾ ഞങ്ങളൊപ്പമില്ല. അവൻ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞ് വേർപെട്ടു പോയി. ഇനി അവനെ കാണാൻ പറ്റില്ല, അവന് സ്വരം കേൾക്കാൻ പറ്റില്ല, അവൻ്റെ ഒരു സാന്നിധ്യവും ഞങ്ങളിലില്ല. അവർ തങ്ങളുടെ സഹോദരൻ്റെ വിയോഗത്തെ ഓർത്ത് സങ്കടപ്പെട്ട് കരയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിൽ 19-ാമത്തെ ലിഖിതം പറയുന്നുണ്ട്, അനേക യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. അവർ വന്നു, ഞാൻ പറഞ്ഞതുപോലെ ആശ്വസിപ്പിച്ചു. കുഴപ്പമില്ല സഹോദരിമാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാ വേദനകളും സഹായിക്കാൻ ഞങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടും മറ്റ് പലതരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ കരയാതിരിക്കുക എന്ന് പറഞ്ഞ് അനേകർ വന്നവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആ ആശ്വാസവാക്കുകൾ അവർക്ക് ഒരു സന്തോഷം പ്രദാനം ചെയ്തില്ല. അവർ വീണ്ടും കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ യേശു തമ്പുരാൻ അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരും. യേശു തമ്പുരാൻ അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഈശോയുടെ അടുക്കലേക്ക് ചെന്ന് മർത്ത പറയുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതം യോഹന്നാൻ 11:21 മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവായ ഈശോ മിശിഹ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് അവൻ്റെ സങ്കടം എന്നേക്കുമായി മാറ്റും. ഒരു ക്യാൻസർ രോഗം ചികിത്സിച്ച് ഈ ഡോക്ടർമാർ ഉപേക്ഷിച്ചു. എന്നാൽ ദൈവ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസവാക്കുകളായി കർത്താവ്, സൗഖ്യദായകനായി കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ വേദന, ദുഃഖം, രോഗപീഠയിൽ നിന്നുള്ള വിടുതൽ എന്നേക്കുമായി കർത്താവ് അവനെ എടുത്തു മാറ്റും. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആശ്വസിപ്പിക്കൽ. യേശു ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടാകണം. മർത്തായുടെയും മറിയത്തിൻ്റെയും സങ്കടം അതോടൊപ്പം വിട്ടുമാറി. ഈശോ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഇന്ന് നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. തൊട്ടടുത്ത നിമിഷം കർത്താവ് ലാസറിനെ ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുകയാണ്, അവരുടെ സങ്കടം എന്നേക്കുമായി നീക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവ് നൽകുന്ന ആശ്വാസം. എന്നേക്കുമായി അവരുടെ സങ്കടം മാറ്റി. അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരണം.
അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ആശ്വാസവാക്കുകൾ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, മനുഷ്യരുടെ വാക്കുകളല്ല, ദൈവം നമ്മളിലേക്ക് കടന്നു വരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 51 അധ്യായം അതിൽ 3 തിരുലിഖിതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:3. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജന പ്രദേശങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തും, അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിന് തോട്ടം പോലെയും ആക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും. കർത്താവ് പറയാണ്, ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും കർത്താവ് ആശ്വസിപ്പിക്കും. തകർന്ന് വേദനിച്ചവർ, ചിലപ്പോൾ കടബാധിതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, തുടരെ കുടുംബത്തിൽ അസ്വസ്ഥപ്പെടുന്ന പല വിധത്തിലുള്ള പരാജയങ്ങൾ, സങ്കടങ്ങൾ, അങ്ങനെ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് കടന്നു വന്ന് ആശ്വസിപ്പിക്കും. അവൻ ചേർത്ത് പിടിക്കും, അവൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കും. എത്രയോ വലിയ കരുണയാണ് കർത്താവ് നമ്മളോട് കാണിക്കുക. പക്ഷെ ദൈവ പൈതൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ ആശ്വാസത്തിൻ്റെ സ്പർശനം സ്വീകരിക്കുവാൻ ദൈവജനം തയ്യാറാകുന്നില്ല. മനുഷ്യൻ സ്വാർത്ഥരായി മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവജനം എത്രയോ വേദനിക്കുന്നു. എന്നാൽ അവരൊന്നടങ്കം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് എല്ലാവരും ഒന്ന്, കർത്താവെ ഞങ്ങളെ ആശ്വസിപ്പിക്കണം, രോഗങ്ങളിൽ വീഴാതെ ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ ആശ്വസിപ്പിക്കുന്ന ദൈവം, സ്വാന്തനപ്പെടുത്തുന്ന ദൈവം നിൻ്റെ ഒപ്പം വരും. ഞെരുക്കങ്ങളിലിരിക്കുമ്പോൾ, വേദനയിലിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനഭാഗം കാണുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 20 അധ്യായമാണ്. അവിടെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെടുന്ന ഒരു ഉടമസ്ഥനെ കാണും. അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയെ നമ്മൾ കാണുകയാണ്. അവൻ രാവിലെ എഴുന്നേക്കും. 3-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, 11-ാം മണിക്കൂർ എന്ന് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിക്കൂറുകളിലെല്ലാം ആ നല്ലവനായ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുക ഇങ്ങനെ. ഇവിടെ ആരൊക്കെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ 3-ാം മണിക്കൂറിൽ കുറേ പേർ അലസരായി നിൽക്കുക. എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ അവർക്കൊന്നും നേടാൻ പറ്റുന്നില്ല. വളരെയേറെ ക്ലേശങ്ങൾ, ദുരിതത്തിൽ കടന്നു പോവുകയാണ്. അവർ അസ്വസ്ഥരായി ഇങ്ങനെ അലസരായി നിൽക്കുന്നു. അവരോട് കർത്താവ് ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. 6-ാം മണിക്കൂറിൽ ഇറങ്ങി, അപ്പോഴും കുറേ പേരെ കണ്ടു. കർത്താവ് അവരോട് പറയും, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഞങ്ങൾ ജോലിക്ക് വിളിക്കുന്നില്ല. വീണ്ടും 9, 10, 11 മണിക്കൂറിൽ ഇറങ്ങി നിരാശയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന വേദനയോടെ, ചിലപ്പോൾ ചിലർക്ക് രോഗമായിരിക്കാം, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലർക്ക് ബിസിനസ് പരാജയമായിരിക്കാം, അല്ലെങ്കിൽ കൃഷി പരാജയപ്പെട്ടിരിക്കാം. ഒരു ആശ്വാസവാക്കുകളില്ലാതെ എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവജനത്തെ നമ്മൾ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലവനായി മുന്തിരിത്തോട്ടക്കാരൻ എല്ലാവരെയും വിളിച്ചു. അവരെ വിളിച്ച് തൻ്റെ തോട്ടത്തിൽ അവർക്ക് ജോലി കൊടുക്കുകയാണ്. അവർക്കൊരു ആശ്വാസമായി. നമ്മളെ വചനത്തിൽ കാണുന്നവർ ധനാറ കിട്ടിയപ്പോൾ അവർ പിറുപിറുത്തു. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് മനസ്സിൽ വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. ആരും ഞങ്ങളെ ജോലിക്ക് വിളിച്ചില്ല, എന്നാൽ ഇവൻ ഞങ്ങളെ വിളിച്ചു, ജോലി നൽകി, ഞങ്ങളുടെ സങ്കടങ്ങളിൽ ആശ്വാസമായി കൂടെ നിന്നു. എല്ലാവർക്കും ഓരോ ദിനാറൽ വീതം കൊടുത്തു. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ വായിക്കും, നമ്മളത് കാണും. മത്തായിയുടെ സുവിശേഷം അതിൽ 20-ാം അധ്യായം, സ്വർഗ്ഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടിൽ സദൃശ്യം. ദിവസം ഓരോ ദിനാറ വേതനം കൊടുക്കാൻ നൽകി. കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചില ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോൾ അവൻ ഇതുപോലെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? അവർക്കെല്ലാം കർത്താവ് ആശ്വാസമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവിൻ്റെ സ്നേഹം. ഒരു ദൈവ പൈതൽ തകർന്നിരിക്കുമ്പോൾ കർത്താവ് നോക്കും. ഇന്ന് ഭൂമിയിലേക്ക് കർത്താവ് നോക്കുകയാണ്, കുടുംബങ്ങളിലേക്ക് നോക്കുകയാണ്. യുവതിയുവാക്കന്മാരുടെ സങ്കടങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. ബാലികാബാലന്മാരുടെ സങ്കടങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. അവരുടെ വേദനകളിലേക്ക് കർത്താവ് അവരെ ആശ്വസിപ്പിക്കും. ഉറപ്പ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നോക്കി നമ്മളെ വിളിക്കും, വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാം
എന്ന് പറയുമ്പോൾ നാം കർത്താവിൻ്റെ വിളിക്ക് നാം ഉത്തരം കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവം ഒരു ശിക്ഷിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ദൈവം വേദനിപ്പിക്കുന്നൊരു ദൈവം, അങ്ങനെയല്ല. മറിച്ച് ദൈവം സ്നേഹസമ്പന്നനാണ്, ആശ്വാസം നൽകുന്നവനാണ്. പലപ്പോഴും നമ്മൾ കർത്താവ് ഏദൻ തോട്ടത്തിൽ നിന്നും ആദത്തിനെ ഹവ്വായും പുറത്താക്കി, എന്നിട്ട് തോട്ടം അടച്ചു എന്നൊക്കെ നമ്മൾ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ദൈവം ഏദൻ തോട്ടം അടച്ച് ആദത്തിനെ ഹവ്വായും പുറത്താക്കി ഏദൻ തോട്ടം മുദ്ര ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷയിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശിക്ഷയും വാഗ്ദാനവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം ഏദൻ തോട്ടം അടച്ച് ആദത്തിനെ ഹവ്വായ്ക്കും ഒരു ദനാറ് കൊടുത്ത് പുറത്തേക്ക് വിടുകയല്ല ചെയ്തത്, മറിച്ച് അവർക്ക് അവരുടെ ആ ശിക്ഷയ്ക്കപ്പുറം ഒരു രക്ഷ, ഒരു ആശ്വാസം. എൻ്റെ പുത്രൻ നിങ്ങളുടെ രക്ഷയ്ക്ക്, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കടന്നു വരും, ഞാൻ അവനെ ലോകത്തിലേക്ക് അയക്കും. ഇത് കർത്താവിൻ്റെ അനാദി കാലം മുതലുള്ള ഒരു വാഗ്ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയക്കുമെന്നല്ല, മാലാഖ അയക്കുമെന്നല്ല, മറിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കായി, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കും. എത്രയോ ആശ്വസിപ്പിക്കുന്നൊരു വചനമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും കർത്താവ് നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ വേദനകളിലുണ്ട്, സങ്കടങ്ങളിലുണ്ട്, തകർന്നിരിക്കുന്നവരുടെ കൂടെയുണ്ട്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് എങ്ങനെ നോക്കുകയാണ്. പലപ്പോഴും നമ്മൾ ആ കർത്താവ് നമ്മൾ നോക്കുമ്പോൾ ആ നോട്ടം നമ്മൾ പലപ്പോഴും കാണുന്നില്ല. അതുകൊണ്ടാണ് ആശ്വാസത്തിൻ്റെ ദൈവം നമ്മളെ തൊടാത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ക്രിസ്തീയ മാഗസിനിൽ വായിച്ചൊരു സംഭവമാണ്. അതായത് ഭ്രൂണഹത്യ സ്ത്രീയുടെ അവകാശമാണെന്ന് വാദിക്കുകയും, അത് വാദിച്ച് ഇവിടെയൊന്നുമല്ല, അമേരിക്കൻ സുപ്രീം കോർട്ടിൽ വാദിച്ച് അതൊരു നിയമമാക്കി, അത് ലോകത്തിലേക്ക് അതൊരു നിയമമാക്കി അവർ വിധിയായി കയ്യിലേക്ക് വാങ്ങിച്ചു. ആ വ്യക്തിയുടെ പേരാണ് ജെയിൻ ടോ എന്ന് പറയുന്നൊരു വ്യക്തി. ഇത് ഭ്രൂണഹത്യ ചെയ്യാം. ഉദരത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരപ്പനും അമ്മയ്ക്കും അവൻ വളർത്താൻ തോന്നുന്നില്ലേ, ഏതെങ്കിലും ഹോസ്പിറ്റലിലോ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ ആ കുഞ്ഞിനെ കൊന്ന് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാം. അതിന് ഒരു തെറ്റുമില്ല, അതിനൊരു ശിക്ഷയില്ല എന്നുള്ള ഒരു വിധി ന്യായം വാങ്ങിച്ച് കയ്യിൽ വച്ച ഒരു വ്യക്തിയാണ് ജെയിൻ ടോ. അങ്ങനെ ആ വ്യക്തി എന്നിട്ട് ഇത് കയ്യിലേക്ക് കിട്ടി. പിന്നെ തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാ കുഞ്ഞുങ്ങളെ കൊല്ലണം, കുഞ്ഞുങ്ങളെ വധിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അനേക പേർ കുഞ്ഞുങ്ങളെ കൊന്ന് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. ഒരു ദിവസം ഈ ജെയിൻ ടോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെരുവുകളിൽ കുട്ടികളുടെ സ്വരം കേൾക്കുന്നില്ല. അപ്പോൾ ഈ സഹോദരൻ ചിന്തിക്കുകയാണ്, എന്താണ് കുട്ടികളില്ലാത്തത്? ആ വ്യക്തി നേരെ ചെന്നു ഒരു പാർക്കിൽ. അവിടെ ഊഞ്ഞാലുകൾ നിശബ്ദം, അത് ചലനമറ്റ് കിടക്കുകയാണ്. അവിടുത്തെ സ്വിമ്മിംഗ് പൂളുകൾ നിശബ്ദം. അവൻ വീണ്ടും പുറത്തേക്കിറങ്ങി ഒരു കളിക്കളത്തിലേക്ക് ചെന്നു. അവിടെ കളിക്കാൻ കുട്ടികളില്ല. സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറവ്. എന്തുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ നശിക്കുന്നു? അവൻ നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവനോട് സംസാരിച്ചു, നീ ചെയ്ത തെറ്റ് ഇന്ന് കുട്ടികൾ ലോകത്തിൽ ഉണ്ടാകാത്തതിന് കാരണം നീയും കൂടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവ പൈതൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ തെറ്റുപറ്റിപ്പോയി. അപ്പോൾ ആ വ്യക്തിയുടെ തോളിൽ ഒരു തണുത്ത കൈ അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ തെറ്റുകളെല്ലാം നീ മനസ്സിലാക്കി, നീ ഇനി പ്രവർത്തിക്കുക. ജീവൻ അത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് നീ പറയുക. വീണ്ടും ആ വ്യക്തി ജനീറ്റ് പുറത്തേക്കിറങ്ങി അവൻ പറയാൻ തുടങ്ങി, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ദൈവം അവനെ ആശ്വസിപ്പിച്ചു. എത്ര പേരോട് അവൻ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു, അതിനിരട്ടിയായി ദൈവത്തിന് ദാനമാണ് മക്കൾ, ജീവൻ ദൈവത്തിന് ദാനമാണ് പ്രസംഗിക്കാൻ തുടങ്ങി. ആശ്വാസത്തിന് കരം അവനെ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ വേദനിപ്പിക്കും. അപ്പോൾ ദൈവം തിരിച്ചറിവ് നമുക്ക് നൽകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ ജെനി ടോയെ സ്പർശിച്ചതുപോലെ രോഗികളും വേദനിക്കുന്നവരെയും കർത്താവ് ചേർത്ത് പിടിക്കും. അവൻ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും, നിൻ്റെ കുറവുകൾ നീ മനസ്സിലാക്കുക, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. അതാണ് കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുലിഖിതം.
മത്തായി 11:28. അതിനെങ്ങനെ പറയും? എന്താ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തുടർന്ന് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ എല്ലാ അവസ്ഥകൾ, ഹൃദയഭാരങ്ങൾ, സമാധാനമില്ലാത്ത വേദനകൾ, ഒരു സ്വസ്ഥതയില്ലാത്ത ആത്മാവ്, ഇതിനെല്ലാം ആ ഭാരങ്ങളോടുകൂടെ ഈശോയുടെ പാദാന്ത്യത്തിലേക്ക് വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധി എല്ലാ ഭാരങ്ങളോടെ നമുക്ക് അണയാം. നാഥ, വഹിക്കാൻ പറ്റാത്ത വിധമുള്ള ഭാരങ്ങളുണ്ട്. നാഥ, കണ്ണുനീരുണങ്ങാത്ത ജീവിതങ്ങളും ഒരുപാട് കടലായിത്തിരിക്കുന്ന ഹൃദയങ്ങളുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. കർത്താവേ, സഹായിക്കണമേ നാഥ. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ സകല ജനത്തിനുമേൽ പറന്നിറങ്ങട്ടെ. ദൈവകാരുണ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന, കുറ്റബോധവും ഹൃദയഭാരങ്ങളും നീക്കി ആശ്വസിപ്പിക്കുന്നവനായ കർത്താവിന് അനുഭവങ്ങൾ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് മക്കളെ 2 കരങ്ങൾ ഉയർത്താം. ഓ, സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കരുണയുടെ ദൈവമേ, ആശ്വാസത്തിന്റെ ദൈവമേ, വിടുതൽ നൽകുന്നവനെ, സകല ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനെ, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. സമുദ്രം ജീസസ് ജലത്താൽ കവിഞ്ഞിടും പോലെ നിറച്ചിടണേ, നിറച്ചിടണേ. വലിയ ആഗ്രഹത്തോടെ കൈകൾ ഉയർത്തി. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് ലോകം നിറയട്ടെ, ഹൃദയങ്ങൾ നിറയട്ടെ. യേശുവേ, ജ്ഞാനത്താൽ നിറച്ചിടണേ, 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 നിറച്ചിടണേ. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.